അന്നത്തെ കാലം എന്ന് പറയുന്നത് അത് ഒരു പത്രപ്രവർത്തനം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണെന്നും ഒരു ദേശസേവനാണെന്നുമാണ് അന്ന് ഞങ്ങൾ വിചാരിച്ചത്. അത് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു തുടർച്ച എന്നുള്ള നിലയ്ക്ക്, എല്ലാത്തിൻ്റെ ഒരു മാതൃക എന്നുള്ള നിലയ്ക്ക്. പിന്നെ മാത്രമല്ല, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആളുകൾ കേശവന് കത്തയക്കുക, അത് ചെയ്യൂ ഇത് ചെയ്യൂ, എന്താ ചെയ്യാത്തത്. അപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വലിയ തമാശ ഒന്നും അദ്ദേഹം പറയും, വിളിക്കൂ, ഡൽഹിക്ക് വിളിക്കൂ, ആ കുട്ടിയെ വിളിക്കൂ. ആ കുട്ടിയെ വിളിക്കൂ എന്ന് പറയുന്നത് ആരെ പറ്റിയാണെന്നറിയോ? ഇന്ദിരാഗാന്ധിയെ വിളിക്കാനാണ്. ഇന്ദിരാഗാന്ധി വിളിച്ചിട്ട് എന്താ ഇതിങ്ങനെ എന്ന് ചോദിക്കും. അതുപോലെ കേരളത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അദ്ദേഹം കരുണാകരനെ വിളിക്കൂ എന്ന് പറയും. അപ്പോൾ കരുണാകരൻ മുഖ്യമന്ത്രി ആണെങ്കിലും ആഭ്യന്തരമന്ത്രി ആണെങ്കിലും ഒക്കെ കേശവനും സംസാരിക്കും. അപ്പോൾ അതിനെപ്പറ്റി ഞങ്ങളൊരു തമാശ കഥ പറയാറുണ്ട്. കേശവനും സംസാരിച്ചു തുടങ്ങിയാൽ 2-3 മിനിറ്റ് കഴിഞ്ഞാൽ കരുണാകരൻ സെക്രട്ടറിയുടെ കയ്യിൽ ഫോൺ കൊടുത്തിട്ട് വേറെ പണിക്ക് പോകുന്നു. കാരണം ഒന്നും ഇങ്ങോട്ട് പറയണ്ട, അതെ ശരി അതെ ആ എന്ന് പറഞ്ഞാൽ മതി എന്നാണ്. അങ്ങനെ ആ തരത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയെയും കേരള മുഖ്യമന്ത്രിയെയും ഒരേ സ്വാതന്ത്ര്യത്തിൽ വിളിക്കാൻ അധികാരമുള്ള ഒരാളായിരുന്നു മാതൃഭൂമി പത്രാധിപർ. നാട്ടുകാരുടെയും ഇവിടുത്തെ രാഷ്ട്രീയ മൂല്യങ്ങളുടെയും ഇവിടുത്തെ നീതിബോധത്തിൻ്റെ ഒക്കെ ഒരു പ്രതീകമായിരുന്നു അന്ന് മാതൃഭൂമി. ആ കാലത്താണ് ഞാനിവിടെ പണിയെടുത്തത്. പിന്നെ അതിനകത്തൊക്കെ എന്തൊരു സ്വാതന്ത്ര്യമായിരുന്നു. ഞങ്ങൾ മാതൃഭൂമി ഒരു ജോലി സ്ഥലം എന്നല്ല, മാതൃഭൂമി കുടുംബം എന്നാണ് അന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ പരസ്പരം ലഹള കൂടുക, പരസ്പരം എന്ത് സഹായവും ചെയ്യുക, ഏത് അളവിൽ ആരുടെ ഏത് പണിയെടുക്കുക, അങ്ങനെയൊക്കെയുള്ളൊരു, അതായത് പറഞ്ഞ ഒരാൾക്ക് വിശ്വാസം വരാത്ത തരത്തിൽ അതൊരു ലാഭത്തിന് വേണ്ടി നടത്തുന്ന ഒരു 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 കച്ചവട സ്ഥാപനമാണ് എന്ന് ആർക്കും ഒരിക്കലും തോന്നാത്ത മട്ടിലുള്ള ഒന്നായിരുന്നു. അവിടെ ഒരു സമരം വന്നപ്പോൾ പ്രസിൻ്റെ പ്രവർത്തനം ഞങ്ങൾ സ്തംഭിപ്പിക്കും എന്ന് പറഞ്ഞപ്പോൾ ഒരു കമ്പോസിറ്റർ വന്നിട്ട് അത് പറഞ്ഞ സബ് എഡിറ്റർ പൂരത്തെറി പറഞ്ഞ് എനിക്കറിയാം. എന്താ കാരണം വെച്ചാൽ മാതൃഭൂമി പ്രസ് നിർത്തിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ആരോ മരിക്കുന്ന മാതിരിയുള്ള, ആരോ കൊല്ലുന്ന പറഞ്ഞ മാതിരിയുള്ള ഒരവസ്ഥയായിട്ട് ആ തരത്തിലായിരുന്നു അന്ന്. അത് ഇവിടുത്തെ ദേശീയതയുടെ, ഇവിടുത്തെ ജനാധിപത്യത്തിൻ്റെ, ഇവിടുത്തെ മതേതരത്വത്തിൻ്റെ, ഗാന്ധിസത്തിൻ്റെ ഒക്കെ നെഹ്റുവിയൻ പാരമ്പര്യത്തിൻ്റെ ഒക്കെ ഒരു തുടർച്ചയായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നത്, നാട്ടുകാരും മനസ്സിലാക്കിയിരുന്നത്. ഭാഷയെപ്പറ്റി, സാഹിത്യത്തെപ്പറ്റി, ചരിത്രത്തെപ്പറ്റി അത്ര വലിയ കരുതൽ തീർച്ചയായിട്ടും മാതൃഭൂമിക്കുന്നുണ്ടായിരുന്നു. NV കൃഷ്ണവാര്യർ വീക്കിലി പത്രാധിപർ എന്നുള്ള നിലയ്ക്ക് ചെയ്ത സേവനം ഇവിടുത്തെ 2-3 അക്കാദമികൾക്ക്, 2-3 ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് എല്ലാവർക്കും കൂടി ചെയ്യാൻ കഴിയുന്നതിനപ്പുറമായിരുന്നു എന്ന് ഇന്ന് ആ വീക്കിലിയുടെ പഴയ വാല്യങ്ങൾ മറച്ചു വയ്ക്കാൻ അറിയാം. കഥാരംഗത്ത് MT ചെയ്ത സേവനങ്ങൾ, അപ്പോൾ അദ്ദേഹം കഥ എഴുതുക മാത്രമല്ല, അദ്ദേഹം എത്രയോ കഥാകൃത്തുക്കളെ അദ്ദേഹം രംഗത്ത് കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ പുരത്തിൽ കുഞ്ഞബ്ദുള്ളയോ സക്കരിയോ സാറാ ജോസഫോ ഒക്കെ അത് പറയും. അപ്പോൾ ഖസാക്കിൻ്റെ ഇതിഹാസം അച്ചടിച്ചു വരുന്നത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലാണെന്ന് ആലോചിച്ചാൽ അന്നത്തെ പുതുമയെ എങ്ങനെയാണ് മാതൃഭൂമി 2 കൈ നീട്ടി സ്വീകരിച്ചതെന്ന് മനസ്സിലാവും. അവരെല്ലാ തരത്തിലുള്ള വിജ്ഞാനങ്ങളും, സിനിമാ നിരൂപണമാണെങ്കിലും സിനിമാ പഠനമാണെങ്കിലും ചരിത്ര പഠനമാണെങ്കിലും ശാസ്ത്ര പഠനമാണെങ്കിലും എല്ലാം അന്ന് മാതൃഭൂമിയിലൂടെ വേണ്ടിയിരുന്നു. മാതൃഭൂമിയായിരുന്നു എല്ലാത്തിൻ്റെയും മാനദണ്ഡം. നിങ്ങൾ ലേഖനം, കഥ, കവിത, നോവല് മാതൃഭൂമിയിൽ അച്ചടിച്ചാൽ അത് വലിയ അംഗീകാരമാണ്. നിങ്ങൾക്ക് എന്ത് അവാർഡ് കിട്ടിയാലും മാതൃഭൂമിയിൽ വന്നിട്ടില്ലെങ്കിൽ അതിനൊരു ശോഭക്കുറവുണ്ട്. മറ്റത് വലിയ അന്തസ്സായിരുന്നു, വലിയ പകിട്ടായിരുന്നു. ആ തരത്തിലുള്ള ഒരു അന്തസ്, ആ തരത്തിലുള്ള ഒരു പെരുമ മാതൃഭൂമിക്ക് അകത്തും ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ അനുഭവം. ഞാൻ അവിടുന്ന് ഗവൺമെൻറ് കോളേജ് ജോലി കിട്ടിയപ്പോൾ രാജിവെക്കണോ വേണ്ടെന്ന് വളരെ സംശയിച്ചു. അവസാനം സുഹൃത്തുക്കളുടെ നിർബന്ധം കൂടിയായിട്ടാണ് രാജിവെച്ചത്. രാജിവെച്ച അന്ന് ഞാൻ രാത്രി എൻ്റെ കിടക്കയിൽ കിടന്ന് പൊട്ടിക്കരയുണ്ടായത്. കരഞ്ഞിട്ട് എൻ്റെ തലയണ നനഞ്ഞു എന്നുള്ളത് എൻ്റെ അനുഭവമാണ്. എന്താണ് വേണ്ടതെന്ന് വെച്ചല്ലാതെ കഷ്ടപ്പെട്ടിട്ട് അവസാനം ടീച്ചിങ്ങിനോടുള്ള എൻ്റെ കമ്പം കൊണ്ട്, അധ്യാപനത്തോടുള്ള ഭ്രമം കൊണ്ട് ഞാൻ രാജിവെച്ചു. പക്ഷേ ഇപ്പോഴും മാതൃഭൂമിയിൽ നിന്ന് ഞാൻ വിട്ടുപോകുന്നു എന്ന് മാതൃഭൂമിക്കാർക്കോ എനിക്കോ തോന്നുന്നില്ല. അവരെന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യും, ഞാനെന്ന് പറഞ്ഞാലും അവരും ചെയ്യും. ആ തരത്തിലുള്ള ബന്ധം അങ്ങനെ ഉണ്ട്. എനിക്ക് തോന്നുന്നത് പത്രപ്രവർത്തനം എന്നുള്ളത് ഒരു ജോലിയല്ല, ഒരു സ്വഭാവമാണ്. പത്രപ്രവർത്തനം എന്നുള്ളത് ഒരു കരിയറല്ല, ക്യാരക്ടറാണ്. എൻ്റെ ക്യാരക്ടറിൽ, എൻ്റെ സ്വഭാവത്തിൽ അതിൻ്റെ അംശം എന്നും ഉണ്ട്. ആ സ്വഭാവം കൊണ്ട് കൂടിയാണ് എൻ്റെ അധ്യാപനത്തിൽ എനിക്ക് ചില മികവുകൾ കാണിക്കാൻ സാധിച്ചത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ അധ്യാപനത്തിന് സ്വഭാവം ഉള്ളതുകൊണ്ടാണ് എൻ്റെ പത്രപ്രവർത്തനത്തിൽ ചില മികവുകൾ കാണിക്കാൻ സാധിച്ചതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി ഒരു മിശ്രമായിട്ടാണ്, പത്രപ്രവർത്തനത്തിൻ്റെയും അധ്യാപനത്തിൻ്റെയും മിശ്രമായിട്ടാണ് എൻ്റെ ആവിഷ്കാരങ്ങളെല്ലാം നടക്കുന്നത് എന്നാണ്
ഇന്ന് എൻ്റെ കണക്ക് അത് ശരിയാവാം തെറ്റാവാം, പക്ഷേ അതിന് ഞാൻ ഏറ്റവും അധികം കടപ്പെട്ടിരിക്കുന്നത് മാതൃഭൂമി എന്ന സ്ഥാപനത്തോടാണ്. എനിക്ക് പഠിക്കാൻ വളരെ ഇഷ്ടമായിരുന്നു. സ്കൂളിൽ പോകാതിരിക്കുക, മദ്രസയിൽ പോകാതിരിക്കുക എന്നൊക്കെ പറയുന്നത് വലിയ വിഷമമായിരുന്നു ചെറുപ്പത്തിലെ. എന്തെങ്കിലും ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ ഞാൻ ക്ലാസ്സിൽ പോകും. എത്ര വിക്രസ് കാണിച്ചാലും എന്തൊക്കെ കുരുത്തക്കേട് കാണിച്ചാലും ക്ലാസ് ഒഴിവാക്കുക എന്നുള്ളത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് നന്നായിട്ട് പഠിപ്പിക്കുന്ന മാഷന്മാരോടും എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് കുട്ടിക്കാലത്ത് എനിക്ക് ഇടയ്ക്ക് തോന്നും ഒരു മാഷാവണം. അപ്പോൾ അതിന് കാരണം എന്താ വെച്ചാൽ നല്ല മാഷന്മാരോട് എനിക്കുള്ള ഇഷ്ടം, അവരോട് എനിക്കുള്ള ആരാധന, അവരെപ്പറ്റിയുള്ള ഓർമ്മ. അപ്പോൾ ഞാൻ വിചാരിക്കും ഒരു നല്ല മാഷായാൽ എൻ്റെ കുട്ടികളും എന്നെപ്പറ്റി ഇങ്ങനെ വിചാരിക്കുമല്ലോ. പക്ഷേ എൻ്റെ പ്രശ്നം ഇതുപോലെ പത്രപ്രവർത്തനത്തോടും എനിക്ക് ഇങ്ങനെ ഒരു കമ്പുണ്ടായിരുന്നു. അതിങ്ങനെ സമാന്തരമായിട്ട് പാരലായിട്ട് ഇങ്ങനെ ഇരുന്നൊരു സാധനം. അപ്പോൾ ഞാൻ യു പി സ്കൂളിലും ഹൈസ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ നല്ല മാഷന്മാരെ പറ്റി എല്ലാവരോടും പറയുക, അവരെ ആദരിക്കുക. പിന്നെ അവർക്ക് തന്നെ എന്നോട് വലിയ വാത്സല്യമായിരുന്നു. എന്താ വെച്ചാൽ ഞാൻ എന്തൊക്കെ കുരുത്തക്കേട് കാണിച്ചാലും ദേഷ്യപ്പെടുകയും, ഇപ്പോൾ കോളേജ് പഠിക്കുമ്പോഴും കൂടി മാഷന്മാർ എന്നെ അടിച്ചിട്ടുണ്ട്. അത് ഞാൻ കുരുത്തക്കേട് കാണിച്ചതിന് ദേഷ്യം കൊണ്ടും അതിൻ്റെ പിറകിലുള്ള വാത്സല്യം കൊണ്ടുമാണെന്ന് എനിക്കറിയാം. അപ്പോൾ മാഷാവണം എന്നും കൂടി ഉണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ. അപ്പോൾ വന്ന അപകടം എന്താണെന്ന് വിചാരിച്ചാൽ എനിക്ക് PSC കിട്ടി. PSC കിട്ടി നോക്കുമ്പോൾ ഗവൺമെൻറ് കോളേജിൽ നിയമനം കിട്ടുകയാണ്. അപ്പോൾ അന്ന് മാതൃഭൂമിയിൽ ഞാൻ വാങ്ങാൻ പോകുന്ന ശമ്പളം 1500 കോളേജിൽ 494. അപ്പോൾ ഒരുമാതിരി ആരും അന്ന് മാതൃഭൂമിയിൽ നിന്ന് രാജിവെച്ചിട്ട് ഗവൺമെൻറ് കോളേജിൽ പോയി ചേരില്ല. എന്താ കാരണം വെച്ചാൽ കോളേജ് അധ്യാപകർ എത്രയെങ്കിലും ഉണ്ട്. മാതൃഭൂമി സബ്ജക്റ്റ് തന്നെ അന്ന് വലിയ ഗ്ലാമറാണ്, അത് വലിയ അന്തസ്സാണ്, വലിയ പ്രതാപമാണ്. നമുക്ക് രാഷ്ട്രീയക്കാരുടെ അടുത്ത്, മന്ത്രിമാരുടെ അടുത്ത് ഒക്കെ വലിയ സ്വാധീനം. പിന്നെ നമ്മൾ പലപ്പോഴും ബസ് കയറിയാൽ ടിക്കറ്റ് എടുക്കണ്ട, തിയേറ്ററിൽ പോയാൽ ടിക്കറ്റ് എടുക്കണ്ട, ചില സമയത്ത് ഡോക്ടർമാരൊന്നും നമ്മോട് പൈസയും മേടിക്കില്ല, ചിലപ്പോൾ ഹോട്ടലിൽ പോലും അവർ ചായയുടെ ബില്ല് അല്ലെങ്കിൽ ഊണിൻ്റെ ബില്ലൊന്നും കൊടുക്കാൻ സമ്മതിക്കില്ല. അങ്ങനെ നമ്മളൊരു സെലിബ്രിറ്റി ആയിട്ട്, ഒരു നാട്ടുകാർക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു VVIP ആയിട്ട് ജീവിക്കുന്ന കോളേജ് അധ്യാപകം എന്ന് പറഞ്ഞാൽ എന്താ. പക്ഷേ എനിക്ക് തോന്നി ഈ പൈസയേക്കാളും പ്രതാപത്തെക്കാളും ഒക്കെ വലുത് എൻ്റെ ഉള്ളിലെ ഈ വിളിയാണ്. അങ്ങനെയാണ് ഞാൻ 78 അധ്യാപകനാകുന്നത്. 2012 മാർച്ചിലാണ് ഞാൻ പിരിയുന്നത്. ഞാൻ ആദ്യം കോഴിക്കോട് മീഞ്ചന്ത ആർട്സ് കോളേജിൽ അധ്യാപകനായി. പിന്നെ അവിടുന്ന് കോടഞ്ചേരി ഗവൺമെൻറ് കോളേജിലേക്ക് മാറി. പിന്നെ അവിടുന്ന് മീഞ്ചന്ത ഗവൺമെൻറ് ഈവനിങ് കോളേജിൽ വന്നു. അവിടുന്ന് വീണ്ടും മീഞ്ചന്ത ആർട്സ് കോളേജിൽ വന്നു. അവിടുന്ന് പിന്നെ ഞാൻ കാലിക്കറ്റ് സർവകലാശാല മലയാള വിഭാഗത്തിൽ, അവിടെയാണ് ഞാൻ പഠിച്ചത്. അവിടെ ഞാൻ ലെക്ചറായി, പിന്നെ റീഡറായി, പിന്നെ പ്രൊഫസറായി, പിന്നെ വകുപ്പ് അധ്യക്ഷനായി. 2012 മാർച്ചിൽ പിരിഞ്ഞു. അപ്പോഴേക്ക് 34 കൊല്ലം ഞാൻ അധ്യാപന വൃത്തി എടുത്തു. ഈ വലിയ സന്തോഷമായിരുന്നു. ഒന്നാമത് ജോലി ചെയ്യാൻ വലിയ സന്തോഷമുള്ള ഒരാളാണ് ഞാൻ. ജോലി ചെയ്താൽ ക്ഷീണിക്കാത്ത ഒരാളാണ്. എന്താ കാരണം വെച്ചാൽ എനിക്കിഷ്ടമുള്ള പണി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഞാൻ പണ്ട് MA കഴിഞ്ഞപ്പോൾ പാർസൽ കമ്പനിയിൽ മാനേജറായിരുന്നു. അത് കുറച്ചു കാലം കോഴിക്കോട്ട്, കുറച്ചു കാലം ബാംഗ്ലൂർ, എല്ലാം കൂടി ഒരു കൊല്ലം കഷ്ടി. അന്നായിരുന്നു ഞാൻ ഇഷ്ടമല്ലാത്തൊരു പണിയെടുത്ത്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഞാൻ ബാംഗ്ലൂരുള്ളപ്പോൾ ഞാൻ അവിടെ നല്ല സിനിമയ്ക്ക് പോവുക, നല്ല പ്രസംഗം കേൾക്കാൻ പോവുക, നാട് കാണാൻ പോകുക. അങ്ങനെ അപ്പോൾ ആ പണി ഞാൻ മര്യാദയ്ക്ക് എടുത്തില്ല, കാരണം എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. പ്രഥമ സൗകര്യത്തിൽ ഞാൻ രാജി കൊടുത്തിട്ട് പോകുന്നു. അധ്യാപനം എന്ന് പറയുന്നത് ഈ പറഞ്ഞ മാതിരി ഒരു ജോലിയായിട്ടല്ല, സ്വഭാവമായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എനിക്കതൊരു ഭാരമായിട്ട് ഒരിക്കലും തോന്നില്ല. കാരണം പുസ്തകങ്ങൾ വായിക്കുക എന്നുള്ളത് കുട്ടിക്കാലത്ത് എൻ്റെ ശീലമാണ്. അപ്പോൾ പഠിപ്പിക്കാനുള്ളത് പ്രത്യേകിച്ചൊന്ന് നോക്കണം. ചിലപ്പോൾ നമ്മൾ നേരത്തെ വായിച്ചതോ നമുക്ക് നല്ല ഇഷ്ടമുള്ളതായിരിക്കും. അപ്പോൾ അതിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല, അവിടെ ചെന്ന് സംസാരിച്ചാൽ മതി. പിന്നെ എനിക്ക് പ്രസംഗിക്കാൻ ഇഷ്ടമുണ്ട്. അപ്പോൾ ഞാൻ ഏത് തരം അധ്യാപകനായിരുന്നു എന്ന് കൃത്യമായിട്ട് വിലയിരുത്തേണ്ടതും അഭിപ്രായം പറയേണ്ടത് എൻ്റെ വിദ്യാർത്ഥികളാണ്. എനിക്ക് കിട്ടിയ പ്രതികരണങ്ങൾ, ഇപ്പോൾ നമ്മൾ പറയല്ലോ ഫീഡ്ബാക്ക്, അതൊന്നും വലിയൊരു കുഴപ്പമില്ല എന്നാണ്
എനിക്ക് മനസ്സിലായത്. എന്നുവെച്ചാൽ ചില കുട്ടികൾ ഞാൻ സാറ് ക്ലാസ് എടുക്കുമ്പോഴേ ക്ലാസ് എടുക്കുന്നത് എന്നൊക്കെ പറയാറുണ്ട്. ചിലർ പറയും സാറാണ് എൻ്റെ മാതൃക എന്നൊക്കെ പറയും. അതിലിപ്പോൾ ഞാൻ പാലിക്കുന്ന ചില കാര്യങ്ങൾ, ഞാനായിട്ട് നടപ്പാക്കുന്ന ചിട്ടകൾ ഞാൻ പറയാം. ഒന്ന്, കൃത്യമായിട്ട് ഞാൻ സമയം പാലിക്കും. ഇപ്പോൾ ഗവൺമെൻറ് കോളേജിൽ 9 മണിക്ക് ക്ലാസ് വന്നാൽ കൃത്യം 9 മണിക്ക് ഞാൻ ക്ലാസ്സിലെത്തും. 10 മണിക്ക് ക്ലാസ് ഞാൻ 10 മണിക്കേ ഞാൻ ഇറങ്ങുള്ളൂ. പിന്നെ 9 മണിക്ക് കുട്ടികൾ വരണം എന്ന് ഞാൻ നിഷ്കർഷിക്കും. 9:05 9:10 ഒക്കെ വന്നാൽ കയറ്റാൻ വിഷമാണ്. മിക്കവാറും ഞാൻ വാതിലടച്ചാണ്. വാതിലടയ്ക്കുമ്പോൾ ഞാൻ പറയാറുള്ളത്, പുറത്തുള്ളവൻ അകത്ത് വരണ്ടെന്ന് വിചാരിച്ചിട്ടല്ല, അകത്തുള്ളവൻ പുറത്ത് പോകേണ്ട വെച്ചിട്ടാന്ന് പറഞ്ഞാൽ വാതിലടയ്ക്കൽ. കുട്ടിയൊക്കെ അറിയാം. അപ്പോൾ ഞാൻ പറയും, കോളേജിലാവുമ്പോൾ അത് ഹാജറിൻ്റെ കാര്യമാണ്. ഞാൻ പറയും, വൈകി വന്നാൽ അറ്റൻഡൻസ് പോവും, വരാതിരുന്നാൽ അറ്റൻഡൻസ് പോവില്ല. ഇതാണ് എൻ്റെ സിദ്ധാന്തം എന്ന് പറഞ്ഞത്. പിന്നെ ഞാൻ കൃത്യമായിട്ട് പോർഷൻ തീർത്തിരുന്ന ഒരു അധ്യാപകനാണ്. ഇപ്പോൾ ഒരു പുസ്തകം പഠിപ്പിക്കാണ്ട് അത് പരീക്ഷയ്ക്ക് മുമ്പ് അത് പഠിപ്പിച്ചു, അതിൻ്റെ നോട്ട്സ് ഞാൻ എഴുതി കൊണ്ടുവരാറില്ല, അത് പറഞ്ഞു കൊടുക്കും. പിന്നെ അവർക്ക് അതിൽ നിന്ന് ഏത് വഴിക്ക് എങ്ങനെ ചോദ്യം വന്നാലും എഴുതാം എന്നൊരു ഉറപ്പ് അവരിൽ നിന്ന് മേടിക്കും. അപ്പോൾ അവർ ശരി സാർ ഞങ്ങൾക്ക് എഴുതാം എന്ന് പറയും. എല്ലാവരും അങ്ങനെ എഴുതാൻ കഴിഞ്ഞിട്ടല്ല, പക്ഷെ നമ്മൾ അത് ചെയ്യും. ഞാൻ ലീവ് എടുത്തിട്ട് അല്ലെങ്കിൽ വേറെ എങ്ങനെ യാത്ര പോയിട്ട് അല്ലെങ്കിൽ വേറെ പണിക്ക് പോയിട്ട് കുട്ടികൾ കഷ്ടപ്പെടുക എന്നുള്ളത് പോർഷൻ തീരാതെ പരീക്ഷയ്ക്ക് തയ്യാറാവാൻ ബുദ്ധിമുട്ടായി എന്ന് എന്നെക്കൊണ്ട് ഞാൻ അറിഞ്ഞുകൊണ്ട് ഉണ്ടായിട്ടില്ല എന്നെനിക്ക് ഉറപ്പാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ മനസ്സിലാക്കുന്നത് അധ്യാപനം എന്ന് പറയുന്നത് നമ്മൾ ചില വിവരങ്ങൾ കൊടുക്കുകയല്ല. വിവരങ്ങൾ അവിടെ ഉണ്ട്. ഇപ്പം ഒരു വാക്കിൻ്റെ അർത്ഥം, ഹൈമവോധ ഭൂവ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, അത് പറയാൻ നമ്മൾ വേണ്ട. ഞാൻ പറയും, അത് നിഘണ്ടുവിലുണ്ട്. നിഘണ്ടുവിലില്ലാത്ത ഒരു കാര്യം, ഗൈഡിലില്ലാത്തൊരു കാര്യം, വേറെ എവിടെ നിന്ന് കിട്ടാത്തൊരു കാര്യം എന്നത് ഈ പറയുന്ന വിവരത്തെ സംബന്ധിച്ച ഒരു കാഴ്ചപ്പാടാണ്. അപ്പോൾ ആ കാഴ്ചപ്പാട്, അതായത് നമ്മൾ പഠിപ്പിക്കുന്ന കവിത അല്ലെങ്കിൽ കഥ ഏത് ചരിത്ര സാഹചര്യത്തിൽ ഉണ്ടായതാണ്, അതിൻ്റെ രാഷ്ട്രീയം എന്താണ്, അതിൻ്റെ കാഴ്ചപ്പാട് എന്താണ്, ഇന്ന് അത് എങ്ങനെയാണ് പ്രസക്തമായിരിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ രാഷ്ട്രീയം എന്തുകൊണ്ടാണ് അപ്രസക്തമായി തീരുന്നത്, അല്ലെങ്കിൽ അതിലെ പദപ്രയോഗങ്ങളിൽ എന്താണ് മേന്മ, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ താഴ്മ, എവിടെയാണ് അതിന് പരിമിതിയുള്ളത്, എവിടെയാണ് സാധ്യത ഉള്ളത്, ഈ കാലത്ത് ഏതൊക്കെ തരത്തിലാണ് എഴുത്തുണ്ടായിരുന്നത് എന്ന തരത്തിൽ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് അതിൻ്റെ ചരിത്ര പശ്ചാത്തലം കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ എടുത്തിരുന്ന ഒരു കാര്യം. അതായത് അതിനെപ്പറ്റി ഒരു കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാട് അവർക്ക് ക്ലാസ്സിൽ നിന്നേ കിട്ടൂ. ഇപ്പം ചിലപ്പോൾ ഒരു നിരൂപണകൃതിയിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളുടെ പ്രസംഗത്തിൽ നിന്നോ കിട്ടാതെ ഇരിക്കാം. അപ്പോൾ ഈ പഠിപ്പിക്കാനുള്ള കഥയുടെ കവിതയുടെ വാക്കിൻ്റെ അർത്ഥം പറയുക എന്നുള്ളത് അതിലേറ്റവും, അത് വേണ്ടെന്നല്ല, ഏറ്റവും താഴെയുള്ളൊരു പണിയാണ്. ഇപ്പോൾ കവിത പഠിപ്പിക്കുമ്പോൾ അതിൽ വൃത്തം ഇന്നതാണ്, അലങ്കാരം എന്നതാണ്, അതിൽ ഛന്ദസ് ഇന്ന മാതിരിയാണ് മനസ്സിലാക്കുക തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ പറയാൻ എനിക്കൊരു ഉത്സാഹമില്ല. അതിൻ്റെ സാമൂഹ്യ പ്രസക്തിയെപ്പറ്റി, അതിൻ്റെ ചരിത്ര സന്ദർഭത്തെപ്പറ്റിയൊക്കെ പറയാനാണ് എനിക്ക് ഉത്സാഹം. പിന്നെ ഞാൻ ചെയ്യുന്നൊരു കാര്യം, കുട്ടികളോട് ഞാൻ ചോദ്യം ചോദിക്കും. അത് കുട്ടികൾക്ക് ഇഷ്ടമുള്ളൊരു കാര്യമില്ല. മിക്കപ്പോഴും അവർ അതിൽ മറുപടി പറയും. ചിലരിതൊക്കെ പേടിച്ച് വരാതിരിക്കും. അതിനൊന്നും എനിക്ക് പരാതിയില്ല. പിന്നെ അവരെന്നോട് ചോദ്യം ചോദിക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോൾ ക്ലാസ് എന്ന് പറയുന്നത് ഞാൻ അങ്ങനെയാണ്. ഇപ്പോൾ പ്രധാനമായിട്ട് ഇപ്പോൾ അഴീക്കോട് മാഷ ക്ലാസ് അങ്ങനെയാണ്. അത് സംവാദാത്മകമാണ്, ഇൻറ്ററാക്റ്റീവാണ്. നമ്മൾ ഒരാൾ മാത്രം സംസാരിക്കില്ല, എല്ലാവരും സംസാരിക്കാൻ. അപ്പോൾ അതിൽ ഒരു ആൾ ഒരു സമയത്ത് ചോദ്യം ചോദിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ചോദ്യം ചോദിച്ചു, അതിൻ്റെ ഒരു ഈ ടെക്സ്റ്റിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ്, ഈ പാഠത്തിൻ്റെ ഒരു സന്ദർഭം ഉണ്ടാക്കിയിട്ട് അത് അവരുടെ ജീവിതത്തിൽ, അവരുടെ വ്യക്തിത്വത്തിൽ, അവരുടെ സാഹചര്യത്തിൽ അതിൻ്റെ പ്രസക്തി എന്താണ്, അല്ലെ പ്രസക്തി ഇല്ലായ്മ എന്താണ് എന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന തരത്തിലാവുമ്പോഴാണ് അത് വാസ്തവത്തിൽ ഒരു ക്ലാസ് ആവുന്നതെന്നാണ് എൻ്റെ വിചാരം.
നിഘണ്ടു നോക്കാൻ നിശ്ചയില്ലാത്ത കുട്ടികളുണ്ടാവും, അല്ലെങ്കിൽ വലിയ വായനാ പരിചയമില്ലാത്ത കുട്ടികളുണ്ടാവും, അറിവോ കൗതുകമോ താല്പര്യമോ ഇല്ലാത്ത കുട്ടികളുണ്ടാവും. അവർക്ക് മറ്റേ തരത്തിൽ ഞാൻ അതിനെ കോച്ചിങ് എന്നാണ് പറയുക. അതായത് പരീക്ഷയ്ക്ക് അവരെ സജ്ജരാക്കുക, അത് കോച്ചിങ് ആണ്. നേരെ ടീച്ചിങ് അങ്ങനെയല്ല. ടീച്ചിങ് അവരെ ചിലത് കണ്ടെത്താൻ സഹായിക്കലാണ്. അതും കഴിഞ്ഞിട്ട് നമ്മൾ അവരെ ഇൻസ്പയർ ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എപ്പോഴും എനിക്കിത് പറ്റിയിട്ടുണ്ടോ എനിക്കറിയില്ല. എൻ്റെ ആദർശം ഇപ്പോൾ MT വാസുദേവൻ നായരുടെ അല്ലെ മാധവിക്കുട്ടിയുടെ ഒരു കഥ പഠിക്കാനുണ്ട്. അപ്പോൾ മാധവിക്കുട്ടിയുടെ കഥകൾ, മാധവിക്കുട്ടിയുടെ കാലത്തെ കഥകൾ, മാധവിക്കുട്ടിയെ പറ്റി വന്നുള്ള നിരൂപണങ്ങൾ അത് വായിക്കണം. അല്ലെങ്കിൽ മാരാരുടെ ഒരു പാഠം പഠിപ്പിക്കാനുണ്ട്. അപ്പോൾ മാരാർ മാത്രമല്ല, മാരാരുടെ കാലത്തെ പ്രധാനപ്പെട്ട നിരൂപകന്മാരായ മുണ്ടശ്ശേരി, കേസരി, MP പോൾ, CJ തോമസ്, ഇവരുടെയൊക്കെ ആശയങ്ങൾ എന്താണ്, അവരുടെ ആലോചനാ രീതി എങ്ങനെയാണ്, അവരുടെ സാഹിത്യത്തിൻ്റെ പരിചരണ സമ്പ്രദായം എന്താണ് എന്നൊക്കെ മനസ്സിലാക്കി കൊടുക്കുന്ന തരത്തിൽ. ഇപ്പോൾ കേസരി വെറും ഒരു സാഹിത്യ നിരൂപകനല്ല, നമ്മുടെ രാഷ്ട്രീയ ചിന്തയ്ക്കും സാമൂഹിക ചിന്തയ്ക്കും വലിയ സംഭാവന നൽകിയ ഒരാളാണ് എന്ന് പറയുമ്പോൾ എന്താണ് രാഷ്ട്രീയ ചിന്ത, എന്താണ് സാമൂഹിക ചിന്ത, എങ്ങനെയാണ് എഴുതപ്പെട്ട ഒരു സാഹിത്യത്തെപ്പറ്റി പറയുന്ന കൂട്ടത്തിൽ എഴുതപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹിത്യവും നാളെ എഴുതാൻ പോകുന്ന സാഹിത്യവും എന്താണ് എന്ന് ആലോചിക്കുന്നത് എങ്ങനെയാണ് എന്ന തരത്തിൽ അവരെ സജ്ജരാക്കുന്ന ഒരു ബോധന സമ്പ്രദായം, ആ തരത്തിലുള്ള ഒരു ചർച്ചാ സമ്പ്രദായം, അങ്ങനെയാണ് ക്ലാസ് വേണ്ടത് എന്നാണ് എൻ്റെ സങ്കല്പം. അതെപ്പോഴും വിജയിക്കാറുണ്ടോ സംശയം. എന്താ കാരണം വെച്ചാൽ നമ്മൾ വായിച്ചു വരാൻ പറയും. ഇപ്പോൾ ഞാൻ എടുക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത്, ഇപ്പോൾ ബഷീറിൻ്റെ ഒരു കഥ പഠിപ്പിക്കാനുണ്ട്. ആ കഥ ഞാൻ എടുക്കുന്നതിന് മുൻപേ അവർ വായിച്ചു വരണമെന്ന് ഞാൻ പറയും. അല്ലെങ്കിൽ വള്ളത്തോളിൻ്റെ ഒരു കവിത പഠിക്കാനുണ്ട്, അല്ലെങ്കിൽ ചങ്ങമ്പുഴയുടെ ഒരു കാവ്യം പഠിക്കാനുണ്ട്. അത് ക്ലാസ്സിൽ ഞാൻ എടുക്കുന്നതിന് മുമ്പേ അവർ വായിച്ചു വരണം എന്ന് പറയും. അപ്പോൾ വായിച്ചു വരണം 50 ആളുള്ള ഒരു ക്ലാസ് പറഞ്ഞാൽ 5 ആൾ വായിച്ചു വരും, 10 ആളോ ഒന്ന് നോക്കി വരും, ചിലർ വായിച്ചു എന്ന് കള്ളം പറയും, അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ അങ്ങനെ ആവുമ്പോൾ അതാണ് ഐഡിയലായിട്ട് ആദർശമായിട്ട് ഞാൻ വെക്കുന്നത്. അവർ നേരത്തെ ചങ്ങമ്പുഴയെ പറ്റി വായിച്ചു, രമണൻ എന്ന കാവ്യം വായിച്ചു, അത് കഴിഞ്ഞ് വന്നിട്ടാണ് നമ്മളത് സംസാരിക്കുന്നത്. അപ്പോൾ എന്തുണ്ട്, നമുക്കിതിൽ ചില വാക്കുകളും വരികളും വായിക്കേണ്ട ആ നേരം കൂടി നമുക്ക് ആ കാലത്ത് എടപ്പള്ളിയെ പറ്റിയോ അല്ലെങ്കിൽ ശങ്കരക്കുറുപ്പിനെ പറ്റിയോ അല്ലെങ്കിൽ വൈലോപ്പിള്ളിയെ പറ്റിയോ അതുപോലെ മറ്റാൾക്കാരെ പറ്റിയോ അന്നത്തെ കാവ്യ അന്തരീക്ഷത്തെ പറ്റിയോ അന്നത്തെ രാഷ്ട്രീയ സന്ദർഭത്തെ പറ്റിയോ ഒക്കെ പറയാം. അങ്ങനെ പറയുമ്പോഴാണ് ഇതിനെ ചരിത്രത്തിൽ നിർത്തിക്കൊണ്ട് നമ്മുടെ സാമൂഹിക ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് സാഹിത്യവും ഭാഷയൊക്കെ പഠിക്കാൻ സാധിക്കാം. പിന്നെ തീർച്ചയായിട്ടും കുട്ടികളുടെ ഭാഷ ഉപയോഗിക്കാനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നത് ഭാഷാധ്യാപകൻ്റെ ഒരു കടമയാണ് എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവരോട് എഴുതി കൊണ്ടുവരാൻ പറയും. എന്തെങ്കിലും എഴുതി കൊണ്ടുവരാൻ പറയുമ്പോൾ ഇപ്പോൾ വളരെ ലളിതമായ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഒന്ന്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ അവിസ്മരണീയമായൊരു അനുഭവം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പുസ്തകം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമ, അല്ലെങ്കിൽ നിങ്ങൾ നടത്തിയ ഒരു യാത്ര. ഇങ്ങനെ അവർക്ക് പുസ്തകങ്ങൾ റെഫർ ചെയ്ത് കഷ്ടപ്പെടുകയും ചെയ്യാതെ വെറുതെ അവനവൻ്റെ ഉള്ളിലുള്ളത്. കാരണം അങ്ങനെ എഴുതുമ്പോൾ എഴുത്തിൻ്റെ സമ്പ്രദായം എന്താണ്, അതിലെവിടെയാണ് വാക്യഘടന പഴയ്ക്കുന്നത്, എവിടെയാണ് അക്ഷരത്തെറ്റ് വരുന്നത്, എവിടെയാണ് സമുച്ചയം പഴിച്ചു പോകുന്നത്, എങ്ങനെയാണ് ചെറിയ ചൂർണികാ വാക്യങ്ങളിൽ നിന്ന് സങ്കീർണ വാക്യങ്ങൾ എഴുതുമ്പോൾ അവർക്ക് തകരാറ് വരുന്നത്, തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ പറ്റും. ഇതൊക്കെ എല്ലാ കുട്ടികൾക്കും ഇങ്ങനെ ചുവന്ന മഷി കൊണ്ട് അടിവരയിടുന്നതോ ഇങ്ങനെ തെറ്റ് മാർക്ക് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇങ്ങനെ വട്ടം വരയ്ക്കുന്നതൊന്നും എല്ലാവർക്കും സന്തോഷമാവില്ല. ഇത് വീണ്ടും എഴുതണം, റീറൈറ്റ് ചെയ്യണം, വീണ്ടും അതിൻ്റെ മുകളിൽ പണിയെടുക്കണം, റീവർക്ക് ചെയ്യണം എന്നൊക്കെ പറയുന്നത് എല്ലാ കുട്ടികൾക്കും സന്തോഷമുള്ളതല്ല. പക്ഷേ അത് ഉപകാരമാണ്, സന്തോഷമാണ് എന്ന് വിചാരിക്കുന്ന ഒരു ന്യൂനപക്ഷം ഉണ്ടാവും. അതുകൊണ്ടൊക്കെ ഉപകാരം കിട്ടിയ ആളുകളുണ്ട് എന്ന് പിന്നീട് അവർ പറഞ്ഞിട്ട് എനിക്കറിയാം. അപ്പോൾ ഇത് ഞാൻ പറയുന്നത്, ഈ അധ്യാപനം എന്ന് പറയുന്നത് ഒരു പാഠമോ പുസ്തകമോ പഠിപ്പിക്കലല്ല, ചില സമ്പ്രദായങ്ങൾ പഠിപ്പിക്കലാണ്. അവരുടെ വ്യക്തിത്വത്തിനൊരു പരിശീലനം കൊടുക്കുകയാണ്. അതിലേറ്റവും പ്രധാനം സമയത്ത് വരിക എന്നുള്ളതാണ്. പിന്നെ ഇതിനെപ്പറ്റി ഗൗരവമായിട്ടെടുക്കുക. ഇപ്പോൾ ക്ലാസ് എന്ന് പറയുന്നത് അതിനകത്ത് നമുക്ക് ചോദ്യം ചോദിക്കാം, തർക്കിക്കാം, പരിഹസിക്കാം, എതിര് പറയാം, ചിരിക്കാം. പക്ഷേ അത് വേറെ വർത്തമാനം പറഞ്ഞു, വേറെ ശ്രദ്ധിച്ചു, അങ്ങനെ അല്ലെങ്കിൽ അത് വൈകി വന്നു, അല്ലെങ്കിൽ നേരത്തെ പോകണം, ഇങ്ങനെ അതിന് ഒരു ഗൗരവം കൊടുക്കാതെ, അതിന് അർഹിക്കുന്ന പരിഗണന കൊടുക്കാതെ ക്ലാസ്സിൽ വരിക, ഇരിക്കുക, അതൊന്നും എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് ഞാനൊരു കർശനക്കാരനാണ് എന്ന് എൻ്റെ പറ്റി ഒരു ചീത്തപ്പേരുണ്ട്. ഞാൻ കണക്കാക്കുന്നില്ല. കാരണം ഈ കാലത്ത്, ഒരുപക്ഷെ ഏത് കാലത്ത് അങ്ങനെ ആയിരിക്കാം, ഞാൻ കണ്ട ഒരു വലിയ ദുരിതം,
നിങ്ങൾ ചായ കുടിച്ചോ, അല്ലെങ്കിൽ അച്ഛൻ്റെ അസുഖം മാറിയോ, കഴിഞ്ഞ ആഴ്ച താൻ അമ്മയ്ക്ക് പെണ്ണതൈലം വാങ്ങിക്കൊണ്ടുവന്ന് കണ്ടല്ലോ, അമ്മയുടെ കാലിൻ്റെ വേദന മാറിയോ, അല്ലെങ്കിൽ വീട്ടിലെ വിശേഷങ്ങൾ, ഈ തരത്തിലുള്ള കാര്യങ്ങൾ ചോദിക്കുകയും തോളിൽ കൈയിട്ട് നടക്കുകയും, അല്ലെങ്കിൽ അവരെയും കൂട്ടി സിനിമയ്ക്ക് പോവുകയും അവരെയും കൂട്ടി ചായയ്ക്ക് പോവുകയും, അല്ലെങ്കിൽ അവർ എഴുതാത്തതിനെപ്പറ്റി ഉദാസീനത കാണിക്കുകയും അത് കണ്ടില്ല എന്നടിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് സ്നേഹം എന്ന് കുട്ടികൾക്കൊരു ധാരണയുണ്ട്. എല്ലാ കുട്ടികൾക്കും അല്ല, മഹാഭൂരിപക്ഷത്തിന് അങ്ങനെ ധാരണ. അപ്പം നമ്മൾ അത് വായിച്ചോ ഇത് വായിച്ചോ നീ എന്താ എഴുതി കൊണ്ടുവരാൻ ചോദിക്കുമ്പോൾ അത് അപ്രിയം പറയാനാണ് അവർ വിചാരിക്കുന്നത്. പക്ഷേ നമുക്ക് ഹിതകരമായതാണ് മാഷ് പറയുന്നതെന്ന് അവർ അന്ന് മനസ്സിലാക്കില്ല, പിന്നെ മനസ്സിലാക്കും 2 കൊല്ലോ 4 കൊല്ലോ 5 കൊല്ലോ കഴിഞ്ഞിട്ട്. പക്ഷെ അപ്പോഴേക്ക് നമ്മളൊരു സ്നേഹമില്ലാത്ത ആളാണ്. കുട്ടികളോടുള്ള സ്നേഹം കാണിക്കൽ എങ്ങനെ? അവർക്ക് ചായ വാങ്ങിക്കൊടുത്തിട്ടോ, അപൂർവം മാഷന്മാർ ചാരായം വാങ്ങിക്കൊടുത്തിട്ടോ ഒക്കെയാണ് ഇത് കാണിക്കുന്നത്. അല്ലെ അവർ കൂട്ടി സിനിമയ്ക്ക് പോയിട്ട്, അല്ലെ അവരോട് തോളിൽ കയറ്റിട്ട്, അല്ലെങ്കിൽ ബസ്സിൽ കയറുമ്പോൾ അവരുടെ പൈസ അവരുടെ ടിക്കറ്റ് എടുത്തിട്ട് ഞാനിങ്ങനൊന്നും ചെയ്യാറില്ല. ഞാൻ അവരോട് എനിക്ക് വാസ്തവത്തിൽ സ്നേഹമുള്ളത് കൊണ്ട് ഞാൻ ആ സമയത്ത് ക്ലാസ്സിൽ ചെല്ലും, അവർക്ക് പഠിപ്പിക്കാനുള്ളത് ഞാൻ നോക്കിപ്പോവും, അവർക്ക് ഞാൻ നോട്ട്സ് കൊടുക്കും, എങ്ങനെയാണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് ഉപരിപഠനത്തിന് തയ്യാറെടുക്കേണ്ടതെന്ന് അവരോട് പറയും. അപ്പോൾ അവരുടെ വ്യക്തിത്വം വളർത്തുന്നതിലാണ് വാസ്തവത്തിൽ സ്നേഹമിരിക്കുന്നതെന്നാണ് എൻ്റെ വിചാരം. നേരെ മറിച്ച് നീ ഇപ്പം വൈകി വന്നാലും ഒന്നുമില്ല, ഇന്നലെ വന്നില്ലെങ്കിലും ഒന്നുമില്ല, ഇപ്പോൾ ഒരാൾ വന്നില്ലെങ്കിൽ ഒരു തവണയ്ക്ക് ഞാൻ ചോദിക്കും ഞാനവിടെ പോയിരുന്നു, പിന്നെ അയാൾക്കത് അയാളുടെ മട്ടാണ്, അയാളുടെ ഒരു പതിവാന്ന് തോന്നിയാൽ പിന്നെ ഞാനത് ചോദിക്കില്ല. കാരണം അയാൾ വരാത്തതുകൊണ്ട് എനിക്കൊരു നഷ്ടമില്ല എന്നാണ് എൻ്റെ കണക്ക്. അയാൾക്ക് വേണേൽ മതി. പക്ഷേ വന്നാൽ ഇവിടെ ഇരുന്ന് ഉഴപ്പാൻ സമ്മതിക്കില്ല എന്ന് ഞാൻ വളരെ കൃത്യമാണ്. അപ്പോൾ ഈ തരത്തിൽ നമ്മൾ വാസ്തവത്തിലുള്ള സ്നേഹം എന്താണ് എന്ന് പ്രീ ഡിഗ്രിക്കോ ഡിഗ്രിക്കോ ഒക്കെ ഉള്ള കുട്ടിക്ക് മനസ്സിലാവില്ല, ചിലപ്പോൾ MA പഠിക്കുന്ന കുട്ടിക്കും മനസ്സിലാവില്ല. അപ്പോൾ അത് വായിക്കുക ഇത് വായിക്കുക അത് എഴുത് ഇത് എഴുത് എന്ന് പറയുന്ന ഇവരെ പിന്നാലെ കൂടി എഴുതിയിട്ട് കൊണ്ടുവന്നാൽ കൃത്യമായി നോക്കിക്കൊടുക്കുന്നൊരു മാഷാണ് ഞാൻ. അതുകൊണ്ട് അത് എഴുതിയിട്ട് കൊണ്ടുപോവാ, തിങ്കളാഴ്ച കൊണ്ടുവരാം എന്ന് പറഞ്ഞ് തിങ്കളാഴ്ച തന്നെ കൊണ്ടുവരണം, ഇല്ലെങ്കിൽ അത് എഴുത്ത് നടക്കില്ല. അത് നീട്ടി വെക്കരുത്, നാളെ നിങ്ങളെ എന്നായി പോകരുത് എന്ന് ഞാൻ എപ്പോഴും പറയും. അപ്പോൾ ഈ തരത്തിൽ ആ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുക, അതായത് നാളെ ഒരു പത്രപ്രവർത്തകനോ അധ്യാപകനോ അല്ലെങ്കിൽ വക്കീലോ അതെന്താ ആയിക്കോളൂ, ആ ആവുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട സംഗതി എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൃത്യത പാലിക്കുക, ഗൗരവം പാലിക്കുക, പങ്ക്ച്വലാവുക, സീരിയസ് ആവുക. പിന്നെ അതിനർത്ഥം നമ്മൾ കളിക്കണ്ട ചിരിക്കണ്ട എന്നല്ല. അത് കഴിഞ്ഞാൽ കളിക്കാം, ചിരിക്കാം, ചായ കുടിക്കാം, സിനിമ കാണാം, പാട്ട് കേൾക്കാം, പാട്ട് പാടാം. പക്ഷേ ഈ പഠിക്കാനുള്ള അല്ലെങ്കിൽ പണിയെടുക്കാനുള്ള സമയം, അതിൻ്റെ ശ്രദ്ധ, അതിൻ്റെ ഏകാഗ്രത കളഞ്ഞിട്ട് അതൊക്കെ ചെയ്യുന്നത് വലിയ മണ്ടത്തരാവും. അത് അവരുടെ യൗവനം നശിപ്പിക്കലാണ്. അപ്പോൾ ഞാൻ കുട്ടികളോട് പറയാറുണ്ട്, നിങ്ങൾ ഇതിനെപ്പറ്റി ഗൗരവമായിട്ട് എടുക്കുന്നില്ലെങ്കിൽ പിന്നെ വെറുതെ നേരം കളയണ്ട. കാരണം ഈ യൗവനകാലത്ത് കൊള്ളാവുന്ന എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് മലയാളം BA എന്നോ മലയാളം MA എന്നോ പറഞ്ഞ് ഉഴപ്പി ആയുസ് കളയുന്നത് നിങ്ങൾക്കും നഷ്ടമാണ്, ഞങ്ങൾക്കും നഷ്ടമാണ്. പഠിക്കാൻ മോഹമുള്ള, നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് അനുസരിക്കാൻ ഇഷ്ടമുള്ള, ഈ പരിശീലനം കിട്ടിയിട്ട് പ്രയോജനമുണ്ട് എന്ന് വിചാരിക്കുന്ന കുട്ടികളെ പഠിപ്പിക്കാനാണ് വാസു നമുക്ക് ശമ്പളം തരുന്നത്. അപ്പോൾ ആ ശമ്പളം തരുമ്പോൾ നമ്മളൊരു ഉത്തരവാദിത്വ സമൂഹത്തോട് ഏറ്റിട്ടുണ്ട്. ഇവരുടെ രക്ഷകർത്താക്കൾ, യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഗവൺമെൻറ് അല്ലെങ്കിൽ വൈസ് ചാൻസലർ അല്ലെങ്കിൽ മന്ത്രി അല്ലെങ്കിൽ DC പ്രിൻസിപ്പൽ, അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. ഇവരോടൊക്കെ നമ്മൾ ഇന്ന സമയത്ത് ക്ലാസ് എടുത്തോളാം, ഇത്ര മാസം കൊണ്ട് പോഷൻ തീർത്തോളാം, ഇത്ര കുട്ടികളെ പരീക്ഷയ്ക്ക് സജ്ജരായിക്കോളാം എന്ന് വെച്ചിട്ടുണ്ട്. ഈ പരീക്ഷയ്ക്ക് സജ്ജരാക്കുക എന്നുള്ളതിനേക്കാൾ എൻ്റെ ശ്രദ്ധ അവരുടെ ജീവിത പരീക്ഷകളുണ്ട്. അതിൽ അവർക്ക് ഒരു തൻ്റെ ഇടം കൊടുക്കുക, ഒരു പരിശീലനം കൊടുക്കുക, അതിനെ അഭിമുഖീകരിക്കാനുള്ള ഒരു മനസ്സ് കൊടുക്കുക. അപ്പോൾ ബലം, ഏറ്റവും വലിയ ബലം പ്രജ്ഞാബലമാണ് എന്ന് മഹാഭാരതത്തിൽ പറയുന്നുണ്ട്. ബലാനാം ബലം പ്രജ്ഞാബലം ഉച്യതേ. എല്ലാ ബലങ്ങളിലേക്കും വെച്ച് ഏറ്റവും വലുത് പ്രജ്ഞാബലമാണ്. പ്രജ്ഞ എന്ന് പറഞ്ഞാൽ തൻ്റെ ഇടം. അപ്പോൾ ഈ തൻ്റെ ഇടമുള്ളവരായിട്ട് എന്ത് പ്രശ്നത്തെയും പരീക്ഷ അടക്കമുള്ള അനവധി പരീക്ഷണങ്ങളെ അഭിമുഖീകരിക്കാനുള്ള മനോബലം, ഉൾക്കരുത്ത്, അകബലം ഉള്ളവരായിട്ട് കുട്ടികളെ മാറ്റാനുള്ള പല ഉപാധികളിലൊന്നാണ് സാഹിത്യ പഠനം, ഭാഷാ പഠനം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഭാഷയിലൂടെയാണ്, സാഹിത്യത്തിലൂടെയാണ് നമുക്ക് സംസ്കാരത്തോടും ചരിത്രത്തോടും ഉള്ള ബന്ധം വളരുന്നത്. അങ്ങനെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള, ഉത്തരവാദിത്തമുള്ള, സ്നേഹമുള്ള, ഉപകാര മനസ്സുള്ള ആളുകളായിട്ട് അവർ മാറണം. അതിന് എന്നെക്കൊണ്ടാവുന്ന എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഇത്
പലപ്പോഴും കുട്ടികളിൽ നിന്ന് എനിക്ക് സന്തോഷവും നന്ദിയും മാത്രമല്ല, അതിൻ്റെ നേരെ ഉദാസീനതയും കയ്പും ഞാൻ നേരിട്ടിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. കാരണം ഞാനൊരു കർശനക്കാരനാണ്, ഒരു സ്നേഹമില്ലാത്ത ആളാണ് എന്ന് അവരെന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അവർ ചിലർക്കെങ്കിലും അങ്ങനെ ധാരണയുണ്ട്. ചിലരൊക്കെ അത് 4-5 കൊല്ലം കഴിയുമ്പോൾ തിരുത്തിയിട്ടുണ്ട്. കാരണം ഇവർ ടീച്ചർമാരും മാഷന്മാരും ആകുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുത്തതിൻ്റെയും പഠിപ്പിച്ചു കൊടുത്തതിൻ്റെയും ഒക്കെ പ്രയോജനം കാണുമ്പോൾ, ഉഴപ്പുന്ന കുട്ടികളെ കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും ഈ ഉഴപ്പിന് അനുവാദം തരുന്നതും ഉഴപ്പിൻ്റെ നേരെ കണ്ടില്ല എന്നടിക്കുന്നു അല്ല സ്നേഹം, മറിച്ച് അവരെ ഈ തരത്തിലുള്ള പരിശീലനത്തിന് സജ്ജരാക്കുന്നിടത്താണ് സ്നേഹം എന്ന് അവർ മനസ്സിലാക്കും. പിന്നെ മറ്റൊരു മനസ്സിലാക്കിയോ ഇല്ലേ എന്നുള്ളതല്ല, നമ്മുടെ ആത്മാർത്ഥത, നമ്മുടെ മനസ്സ്, നമ്മുടെ സ്നേഹം എന്താണ് എന്ന് അവർക്കല്ല അറിയുക, നമുക്കാണ് അറിയുക എന്ന നിലയ്ക്കാണ് ഞാൻ ഈ വർഷങ്ങളിലൊക്കെ പെരുമാറിയിട്ടുള്ളതെന്നാണ് എൻ്റെ വിചാരം. അതുകൊണ്ട് ഈ നാടിനെ നയിക്കുന്നതിൽ എത്ര ചെറുതാണെങ്കിലും അധ്യാപകന് ചരിത്രത്തിൻ്റെയും സാഹിത്യത്തിൻ്റെയും ശാസ്ത്രത്തിൻ്റെയും ഒക്കെ അധ്യാപകർക്ക് വലിയ ഒരു പങ്കുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ.